അങ്ങനെ ആവരുത്. അടിച്ചാൽ കരയുന്ന കാലമല്ല, അടിച്ചാൽ തിരിച്ചടിക്കേണ്ട കാലമാണ് ഉണ്ടാവുന്നത്. അഹിംസയുടെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കാര്യം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും വളർച്ച ആശയങ്ങളിലൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സാഹചര്യങ്ങളിലൂടെയാണെന്ന് മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ഉണ്ടായ സാഹചര്യമല്ല ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് തിരിച്ചറിയാൻ ഓരോ കോൺഗ്രസിനും മനസ്സിലാക്കണം. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് CPM-ന്റെ മുഖ്യമന്ത്രി. പക്ഷേ ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കൊള്ളാത്ത ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കമ്മിക്കൂട്ടങ്ങളെ തേച്ചൊട്ടിച്ച് അഖിൽ മാരാർ. പിണറായിയുടെ ഏറാൻ മൂളികളായ സഖാക്കളെ തിരുത്താൻ നിൽക്കുന്നത് വെറുതെയാണ് എന്ന് മാരാർ പറഞ്ഞു. പിണറായി പറയുന്നതെന്തും കണ്ണടച്ച് വിശ്വസിക്കുകയും അത് തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വിവരമില്ലാത്ത കൂട്ടങ്ങളാണ് സഖാക്കളെന്നും മാരാർ ആഞ്ഞടിച്ചു. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയും അഖിൽ മാരാർ പൊട്ടിത്തെറിച്ചു. തീനാളം കാട്ടുതീയായി മാറാൻ നല്ലൊരു കാറ്റുമതി. ദൗർഭാഗ്യവശാൽ വെള്ളം കോരിയൊഴിക്കുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിൽ എന്ന വരികളോടെയായിരുന്നു അഖിൽ മാരാർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. പ്രസംഗത്തിൽ CPM-നെ അതിരൂക്ഷമായി തന്നെ അഖിൽ മാരാർ വിമർശിക്കുന്നുണ്ട്. ഇതിന് താഴെയാണ് അഖിലിനെതിരെ കമന്റുകൾ നിറയുന്നത്. അടിച്ചാൽ അടികൊള്ളുന്ന കാലമല്ല, തിരിച്ചടിക്കുന്ന കാലമാണ് ഉണ്ടാകേണ്ടത്. അഹിംസയുടെ കാലമൊക്കെ കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കണം. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വളർച്ച ആശയങ്ങളിലൂടെയാണ് എന്ന് മനസ്സിലാക്കണം. ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സാഹചര്യങ്ങളിലൂടെയാണ് എന്നും മനസ്സിലാക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് എന്ന് ഓരോ കോൺഗ്രസുകാരനും മനസ്സിലാക്കണം. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. CPM-ന്റെ മുഖ്യമന്ത്രി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈയടിക്കുന്നവനെ തിരുത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിൽക്കരുത്. കാരണം അവരെ തിരുത്തി മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല. പിണറായിയുടെ അപ്പിക്കൊടുത്ത സ്വർണമാണെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കുന്ന, അത് തിരുത്താൻ ശ്രമിച്ചാൽ ജ്വല്ലറിക്കാരനെ പോലും തല്ലാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെയുള്ളത്. എതിരാളികളുടെ ദൗർബല്യമാകരുത് നിങ്ങളുടെ നേട്ടം. കൊട്ടാരക്കരയിൽ നിന്ന് ഒരു സീറ്റ് കിട്ടാനുള്ള പെടാപ്പാടാണോ അഖിൽ മാരാരെ എന്നാണ് ചിലർ അഖിൽ മാരാരുടെ ഈ വാക്കുകൾക്ക് താഴെ കുറിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങളൊരു രാഷ്ട്രീയത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നാണ് മറ്റു ചിലരുടെ കമന്റ്. അഖിലിന്റേത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് എന്നും അതിനുവേണ്ടി BJP ആകാനും കോൺഗ്രസ് ആകാനും അഖിൽ മാരാർ മടിക്കില്ല എന്നുമാണ് മറ്റൊരു കമന്റ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസമില്ല എന്നും പ്രവർത്തിക്കില്ല എന്നും പറഞ്ഞ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി CPM-നെ തെറി വിളിക്കുന്ന താങ്കൾ വെറും അല്പനായി പോയല്ലോ എന്നാണ് ചിലരുടെ ഭാഷ്യം. അഖിൽ, നീയും റോബിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കാരണം നിനക്കറിയാം സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ എന്തും നടക്കുമെന്ന്. നിന്റെ ഈ വർഗീയ നാവ് ഇന്നും ഇന്നലെയുമല്ല തുടങ്ങിയത്. മനസ്സിൽ കൊടും വർഗീയ വിഷം തുപ്പുന്ന ഒരു വിഷമാണ് നീയെന്ന് മനസ്സിലാക്കി തന്നതിൽ നന്ദി. പിന്നെ ഗാന്ധിയുടെ കോൺഗ്രസ് പോയി ഇപ്പോ കാവിക്കോണകമിട്ട് നടക്കുന്ന വർഗീയ കോൺഗ്രസ് ആണ് നിലവിലുള്ളത്. പിന്നെ ഏത് പരിപാടിയിലും പിണറായി വിജയനെ 2 തെറി വിളിച്ചാൽ ഹൈപ്പ് കിട്ടുമെന്നാണ് നീ കരുതുന്നത് എങ്കിൽ ഒന്നു മാത്രം പറയാം, നീ പിഴച്ച നാവ് കൊണ്ട് വിളിച്ചു പറയുന്നത് പുച്ഛഭാവത്തോടെ തന്നെ നിന്റെ മുഖത്ത് തിരികെ വരും. കേട്ടോടാ വർഗീയവാദി. മറ്റൊരു കമന്റ് ഇങ്ങനെയായിരുന്നു. അതേസമയം അഖിൽ മാരാരെ പിന്തുണച്ചുകൊണ്ടും കമന്റുകളുണ്ട്. അഖിലിന്റേത് കൃത്യമായ നിരീക്ഷണമാണ് എന്നും CPM-നെ തിരുത്താൻ പോയിട്ട് കാര്യമില്ല എന്നുമായിരുന്നു പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകൾ. ഞാൻ ഈ അടുത്തിടെ ഗൺമാന്റെ അടികൊണ്ട ഒരു യൂത്ത് കോൺഗ്രസ് തന്നെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ നിമിഷം തോന്നി, സുധാരേട്ടാ എനിക്ക് ഈ പാർട്ടിയിൽ ഒന്ന് പ്രവർത്തിക്കണം, അവനെ അടിക്കാൻ വേണ്ടി മാത്രം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയേറെ ദേഷ്യം വന്നൊരു സാഹചര്യമായിരുന്നു അത്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ അടികൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എത്ര നേതാക്കന്മാർ സംസാരിച്ചു, വൈകിട്ടാണ് പിന്നീട് പലരും സംസാരിച്ചത്. അങ്ങനെ ആവരുത്. അടിച്ചാൽ കരയുന്ന കാലമല്ല, അടിച്ചാൽ തിരിച്ചടിക്കേണ്ട കാലമാണ് ഉണ്ടാവുന്നത്. അഹിംസയുടെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കാര്യം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും വളർച്ച ആശയങ്ങളിലൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സാഹചര്യങ്ങളിലൂടെയാണെന്ന് മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ഉണ്ടായ സാഹചര്യമല്ല ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് തിരിച്ചറിയാൻ ഓരോ കോൺഗ്രസിനും മനസ്സിലാക്കണം. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് CPM-ന്റെ മുഖ്യമന്ത്രി. പക്ഷേ ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കൊള്ളാത്ത ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു ഡിവൈഎഫ്ഐക്കാരനെ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്താൻ നിൽക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവരെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കൊച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ വിൽക്കാൻ ശ്രമിക്കുകയും ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണ്ണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളിയെ അടിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ തിരുത്താൻ പോരുത്. അവനെ തിരുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നാവണം. എതിരാളിയുടെ ദൗർബല്യം ആവരുത് നിങ്ങളുടെ നേട്ടം. ദൗർബല്യം മുതലാക്കാതെ എതിരാളി ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനേക്കാൾ കൂടുതൽ കരുത്തനായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ അടുത്തിടെ ഗൺമാന്റെ അടികൊണ്ട ഒരു യൂത്ത് കോൺഗ്രസ് തന്നെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ നിമിഷം തോന്നി സുധാരേട്ടാ എനിക്ക് ഈ പാർട്ടിയിൽ ഒന്ന് പ്രവർത്തിക്കണം, അവനെ അടിക്കാൻ വേണ്ടി മാത്രം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയേറെ ദേഷ്യം വന്നൊരു സാഹചര്യമായിരുന്നു അത്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ അടികൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എത്ര നേതാക്കന്മാർ സംസാരിച്ചു, വൈകിട്ടാണ് പിന്നീട് പലരും സംസാരിച്ചത്. അങ്ങനെ ആവരുത്. അടിച്ചാൽ കരയുന്ന കാലമല്ല, അടിച്ചാൽ തിരിച്ചടിക്കേണ്ട കാലമാണ് ഉണ്ടാവുന്നത്. അഹിംസയുടെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കാര്യം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും വളർച്ച ആശയങ്ങളിലൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സാഹചര്യങ്ങളിലൂടെയാണെന്ന് മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ഉണ്ടായ സാഹചര്യമല്ല ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് തിരിച്ചറിയാൻ ഓരോ കോൺഗ്രസിനും മനസ്സിലാക്കണം. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് CPM-ന്റെ മുഖ്യമന്ത്രി. പക്ഷേ ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കൊള്ളാത്ത ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു ഡിവൈഎഫ്ഐക്കാരനെ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്താൻ നിൽക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവരെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കൊച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ വിൽക്കാൻ ശ്രമിക്കുകയും ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണ്ണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളിയെ അടിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ തിരുത്താൻ പോരുത്. അവനെ തിരുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നാവണം. എതിരാളിയുടെ ദൗർബല്യം ആവരുത് നിങ്ങളുടെ നേട്ടം. ദൗർബല്യം മുതലാക്കാതെ എതിരാളി ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനേക്കാൾ കൂടുതൽ കരുത്തനായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.